ഇങ്ങനെ ഹാസം. പക്ഷേ ചിരിക്കണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ കരയുകയുമാവാം. നിരവധി കഷ്ടപ്പാടുകൾ അനുഭവിച്ച കുട്ടിക്കാലത്തേ കുറേശ്ശെ ചിരിക്കാൻ ഞാൻ പാടുപെട്ടു പഠിച്ചു. എന്നെത്തന്നെ നോക്കിയാണ് ആദ്യം ചിരിച്ചത് എന്നാണ് ഓർമ്മ. വിശപ്പടക്കാൻ മാർഗം കാണാത്ത ഒരു ദിവസം അമ്മയെ പിച്ചിയും മാന്തിയും കുറേ ഉപദ്രവിച്ചു. മതിയായപ്പോൾ അലമുറ തുടങ്ങി. കുറച്ചു നേരം കരഞ്ഞപ്പോൾ അതും മതിയായി. അങ്ങനെ നിൽക്കെ തൊടിയിൽ നിന്ന് ഒരു തുണ്ടു രസക്കണ്ണാടി കിട്ടി. രസക്കണ്ണാടി എന്നാൽ മുഖം നോക്കുന്ന കണ്ണാടി. ചില്ലിൻ്റെ പിന്നിൽ രസം പുരട്ടിയതിനാലാണ്, അല്ലാതെ കാണാൻ വലിയ രസമുള്ള ഉരുപ്പടി ആയതിനാലല്ല രസക്കണ്ണാടി എന്ന പേര് വീണത് എന്ന അറിവ് പിന്നീടാണ് വന്നത്. എന്തായാലും കണ്ണാടി കാണാമോളവും എന്നുണ്ടല്ലോ. കണ്ണാടി എനിക്കൊരു കളിപ്പാട്ടമായി. എൻ്റെ കരച്ചിൽ ഞാൻ അറിയാതെ നിലച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോഴോ ചേറൊഴുകി കരഞ്ഞു വീർത്ത എൻ്റെ മോന്ത ഞാൻ കാണുന്നു. എൻ്റെ കണ്ണീരും. ആ ചിത്രം എന്നെ എന്തുകൊണ്ടോ ചിരിപ്പിക്കുകയാണ് ചെയ്തത്. ചിരിക്കാൻ അത്ര മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ചിത്രത്തിനു നേരെ കോക്രി കാട്ടി. ഉടനെ ചിത്രം എൻ്റെ നേരെയും കോക്രി കാട്ടി. എനിക്കു ചിരിയും ദേഷ്യവും ഒരുമിച്ചു വന്നു. രണ്ടും അമർത്തിപ്പിടിച്ചു നിന്നു. വിശപ്പിൻ്റെ ഓർമ്മ വീണ്ടും വരുവോളം അങ്ങനെ എന്നെത്തന്നെ നോക്കി നിന്നു എന്നാണ് ഓർമ്മ. ആ കണ്ണാടിയിൽ കണ്ട എൻ്റെ മുഖമോർത്ത് അന്നു രാത്രി കിടക്കാൻ പോകുമ്പോൾ ചിരിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിരിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അപ്പോൾ ദൂരെ എങ്ങാണ്ട് പോയ അമ്മാവൻ റേഷൻ കടയിൽ നിന്ന് നാഴി ഗോതമ്പ് കൊണ്ടുവന്നത് വറുത്തു കുത്തി ഉപ്പുമാവുണ്ടാക്കി അമ്മ എനിക്കും താഴെയുള്ളവർക്കും തന്നിരുന്നു. ഒരു ബാലപാഠം അങ്ങനെ പഠിഞ്ഞു. അതായത്, കരഞ്ഞാൽ കണ്ണാടി നോക്കാം, കണ്ണാടി നോക്കി ചിരിച്ചാൽ ഉപ്പുമാവ് കിട്ടും. പക്ഷേ വിശപ്പില്ലാതെ വിശപ്പ് അഭിനയിച്ചു കരഞ്ഞാലോ, കണ്ണാടി കണ്ടോ കാണാതെയോ ചിരി വരാതെ ചിരിച്ചാലോ ഉപ്പുമാവെന്നല്ല ഒരു മാവും കിട്ടില്ല. അതിനുശേഷം ചിരി വരാതെ ചിരിക്കുന്നവരെയും കരച്ചിൽ വരാതെ കരയുന്നവരെയും ഞാൻ ശ്രദ്ധാപൂർവം നോക്കാറുണ്ട്. ഈ വേഷക്കെട്ടുകൾ എന്നെ വളരെ രസിപ്പിക്കാറുണ്ട്. ഇതായിരിക്കാം ഈ കാലത്തെ വേഷങ്ങളായ നമ്മെക്കുറിച്ച് കുറച്ചധികം ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ കണ്ടുകിട്ടിയ കഥയിൽ അല്പം പരഹൃദയജ്ഞാനത്തിൻ്റെ പ്രശ്നം വന്നു. അതിനാൽ തുഞ്ചൻ്റെ പഴയ കിളിയെ ക്ഷണിച്ചു. കിളി പറന്നു വന്ന് കിളികിളി പോലെ കഥ പറഞ്ഞു.